ഹലോ ഗൈസ്, അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ വാരാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് സ്റ്റിച്ച് എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോണായിരുന്നേ. അപ്പോൾ ഇന്ന് പോയപ്പോൾ കൂടെ അയാനേനെയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുവിനെ പോലെ നടക്കുന്നേ. അവിടെ ഇവിടെയും വലിഞ്ഞു കയറ്റവും ഓട്ടവും ചാട്ടവും ആകെ കൊണ്ടൊരു ബഹളം തന്നെ ആയിരുന്നേ. അവളെയും കുട്ടി എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്തിനാണാവോ നമ്മളവിടെ പോയതെന്ന് പോലും മറന്നു പോകും. പിന്നെ അവളുടെ ബേക്കേ നടക്കാനേ നേരം ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ കരഞ്ഞു വിളിച്ച് ഫോൺ വാങ്ങി ഇരുന്ന് കാണും. പിന്നെ കുറേ നേരത്തേക്ക് ഒരനക്കവും കാണത്തില്ല, അതിൽ തന്നെ അങ്ങ് ലയിച്ചിരിക്കും. പിന്നെ കുറച്ച് നേരത്തിനകം തന്നെ അവളുടെ അമ്മ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ പുള്ളിക്കാരി ആകെ പോസ്റ്റായി. എന്നെ അമ്മച്ചിയെ കണ്ടോ, അമ്മച്ചിയെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പോസ്റ്റ് അടിക്കേണ്ടെന്ന് കരുതി ഞാനൊരു ഡാർക്ക് ഫാൻറ്റസി മഞ്ചൊക്കെ വാങ്ങിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ചു. പക്ഷെ നേരെ അതും കൊണ്ട് ഡോക്ടറുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ അവളുടെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി അതുമായിട്ട് കാത്തിരിക്കുമായിരുന്നേ. അങ്ങനെ ഡോക്ടറുടെ റൂമിൽ നിന്ന് അവളുടെ അമ്മ ഇറങ്ങി ആ ഡാർക്ക് ഫാൻറ്റസി അവളുടെ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കൊച്ചിനൊരു സമാധാനം വീണത്. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇനി എവിടെയെങ്കിലും പോയി ഒന്ന് ഫുഡ് കഴിച്ചാൽ മതി എന്നും പറഞ്ഞാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. ആയാനേം ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ നഗരൂരുള്ള അൽഹാജെ കയറി ഒരു ബിരിയാണി അങ്ങ് തട്ടി. ഒരു പ്ലേറ്റ് നിറയെ കിട്ടുന്ന ഒരു വലിയ ബിരിയാണി. ഇതെങ്ങനെ കഴിച്ചു തീർക്കും എന്നായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. പറ്റുന്ന പോലെയൊക്കെ ഞാൻ കഴിച്ചു, പക്ഷേ കുറച്ച് എനിക്ക് ബാക്കി വെക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കണ്ട. അപ്പോൾ ബൈ ഫ്രം ട്രൂലി.